ബഷീർ പ്രസംഗിക്കണം. എന്താണ് പ്രസംഗിക്കുന്നത്? മാല മൗലിദുകളിൽ വഫാത്തായ അംബിയ ഔലിയാക്കളെ സുന്നികളെ വിളിച്ചതുകൊണ്ട് ഇസ്ലാമെന്ന് ഓർത്തു എന്നാ പറയുന്നത് വഹാബിയാണ്. അതുപോലെ പാണക്കാട് തങ്ങളടക്കം കാഫിർ എന്നാ വഹാബികൾ പറയുന്നേ. അതുമാത്രമല്ല, അവരെ കൊല്ലണം എന്നുവരെ IS-ന്റെ നിലപാട് മുജാഹിദുകൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അതിനെ വെള്ളപൂശിയിട്ട് E.T. ബഷീർ ചോദിക്കാന് അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തിനാണ് ഈ ശിർക്കിനങ്ങനെ ലളിതവൽക്കരിക്കുന്നത് ആളുകൾ എന്നാണ്. ആരാണ് വഹാബികളുടെ പ്രാർത്ഥനയെ തെറ്റാണ്, മാല മൗലിദോദിയ ജാതിക്ക് പുറത്തു പോകൂല എന്ന് പറഞ്ഞ് വഹാബികൾ പറയുന്ന ശിർക്കല്ല എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതാരാ? E.K. ഉസ്താദാൻ, കണ്ണിയത്ത് ഉസ്താദാൻ. അത് തന്നെ താജുൽ ഉലമ AP ഉസ്താദ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ പണ്ഡിതന്മാരെ തേജോവധം ചെയ്ത് വഹാബികളുടെ കുഫ്റാരോപണത്തെ സപ്പോർട്ട് ചെയ്ത് E.T. ബഷീർ എന്ന ലീഗിന്റെ നേതാവ് സംസാരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇന്നമാതിരി വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള, അതായത് അല്ലാഹുതആല എല്ലാ തെറ്റും പൊറുക്കും, വേണ്ടി വന്നാൽ അല്ലാഹുതആല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള, ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിനെന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? ആരാണ് സാറേ അത് ലളിതവൽക്കരിച്ചത് എന്നൊക്കറിയോ? മരിച്ചുപോയവരെ വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ വഹാബികൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കാനും കൊലപ്പെടുത്താനും കൊണ്ടുവന്ന ഭീകരവാദ ആശയത്തെ ലളിതവൽക്കരിച്ച് അത് ശരിയല്ല എന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ച മുസ്ലിമീങ്ങളിലെ നേതാക്കളിൽ പ്രധാനി പാണക്കാട് പൂക്കോയത്തങ്ങളാണ്. ചെമ്മാട് വഴിക്ക് പൂക്കോയത്തങ്ങൾ തന്റെ കാറിലൂടെ പോകുമ്പോ മമ്പുറം മക്കാമിൽ ചെന്ന് തന്റെ വല്ലിപ്പയെ വഫാത്തിന്റെ ശേഷവും നീട്ടി വിളിച്ചുകൊണ്ടല്ലാതെ പൂക്കോയത്തങ്ങൾ ചെമ്മാട്ടിലൂടെ തന്റെ കാറ് കൊണ്ടുപോയിട്ടില്ല. ഈ പൂക്കോയത്തങ്ങൾ രാജ്യത്ത് ചെയ്ത ശ്രമം ശിർക്കിനെ ലളിതവൽക്കരിക്കാനും വിലകുറച്ച് കാണിക്കാനുമാണ് എന്ന് പറയുന്നത് ആ പൂക്കോയത്തങ്ങൾ അനുയായിയാണെന്ന് അവകാശപ്പെട്ട് സുന്നികളുടെ വോട്ട് പോക്കറ്റെടുക്കുന്ന E.T. ബഷീറാൻ. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങള് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ 25-ലധികം ഹജ്ജ് ചെയ്ത മഹാനാണ്. ആ ഹജ്ജിൽ മുഴുവനും അള്ളാന്റെ ഹബീബിന്റെ ജാറത്തുനിന്ന് പോയി വഫാത്തായ അള്ളാന്റെ ഹബീബിനെ വിളിച്ച നേതാവാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ആ ബാഫക്കി തങ്ങൾ ശിർക്കിനെ ലളിതവൽക്കരിച്ച നേതാവാണോ? ഇവിടെയാണ് സുന്നികൾ ഉണരേണ്ടത്. ആവശ്യത്തിന് സുന്നികളുടെ വോട്ട് കിട്ടാൻ തങ്ങൾ സ്നേഹം പറയുകയും അത് കഴിഞ്ഞാൽ പാലം കഴിഞ്ഞാൽ പിന്നെ ദാസായണ എന്ന് പറയുന്ന ശൈലിയുമാണ് ഈ പ്രസ്ഥാനത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ലീഗിലെ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ലളിതവൽക്കരിക്കുന്നതിന്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? ഒരു ലാഭമല്ല. പക്ഷേ അല്ലാഹുതആല ശിർക്കാക്കാത്തത് ശിർക്കാക്കിയാൽ അതുകൊണ്ട് ഒരുപാട് ഇടങ്ങേറ് വരാണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാത്തത്. നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അമാനി മൗലവി സാഹിബിന്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി. അതാണ് പ്രശ്നം. ഇയാൾക്ക് മതം പഠിക്കാൻ കിട്ടിയത് ഈ വഹാബികളെ ബുക്കാ. പാണക്കാട് കുടുംബത്തിന്റെ ഒപ്പം ഒട്ടി നടന്നാലും മറ്റേ സമസ്തയുടെ നേതാക്കളെ കൂടെ ഒട്ടി നടന്നാലും മൂപ്പർക്ക് ദീൻ പഠിച്ചാലുള്ളത് വഹാബികളെ ബുക്കാണ്. ഈ ഉലമാക്കൾക്ക് പറ്റൂല. പിന്നെ എങ്ങനെ ഇയാൾ ഈ വിഡ്ഢിത്തം വിളമ്പാതിരിക്കും? പക്ഷേ ഇയാൾക്കെന്താണ് മതപണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട തൗഹീദും ശിർക്കും പറയേണ്ടടുത്ത് ഇയാൾക്കെന്താ കാര്യം? വലിയ ശിർക്കിനെ കുറിച്ചല്ല പേടിക്കേണ്ടത്, ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. എന്താണ് മൗലവി അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ നല്ലൊരു ഉദാഹരണമാണ്. മൗലവിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് മൗലവിന്റെ കയ്യിലുണ്ടായിരുന്ന ഭാഷയുടെ ആ സൗന്ദര്യം ഒന്നും ഇന്ന് ആലോചിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഞങ്ങളെ ആലിമീങ്ങളെ ബുക്ക് വായിച്ചാത്തോണ്ടാ. ഞങ്ങൾ ആ പഴയ മൊയ്തീമാലേക്ക് നോക്കി നോക്കാണ്. എന്തൊരു സരളമായ സാഹിത്യ സൗന്ദര്യമാണ് അതിലൊക്കെ ഉള്ളത്. മലയാള ഭാഷ അക്ഷരലിപി പ്രാപിച്ച് സാഹിത്യം പ്രസവിക്കുന്നതിന്റെ മുമ്പ് മലയാളികൾക്കിടയിൽ സാഹിത്യം പ്രസവിച്ച സൗന്ദര്യവത്തായ സാഹിത്യത്തിന്റെ ഉറവിടമാണ് അറബി മലയാളം. നിങ്ങൾക്ക് വായിക്കാൻ തോന്നിക്കുണ്ടായില്ല, പിന്നെങ്ങനെ ഞങ്ങളെ ആലിമീങ്ങളെ സാഹിത്യം നിങ്ങൾക്ക് തിരിയാ? മൗലവി അതിൽ വിശദീകരിക്കുകയാണ്. കറുത്ത കൂരിരുട്ട്, മിനുസമുള്ള കറുത്ത തറയിലൂടെ എറുമ്പഴഞ്ഞു വരുന്നത് പോലെ വരുന്ന ശിർക്കിനെയാണ് പേടിക്കുന്നതെന്നാണ്. അതിലിപ്പോ ഒരു പുതുമയില്ല. വഹാബികൾ എല്ലാ അങ്ങാടിയിലും വന്നിട്ട് പറയുന്ന ബേജാറാക്കൽ പരിപാടിയാണത്. അതിന് വലിയ ശിർക്കിനെ പേടിക്കേണ്ടതാണ്. പേടിക്കേണ്ടതല്ല അർത്ഥം. വേറൊരു പഠിച്ചോണ്ടെന്ന് ആരും പറയില്ല.
അള്ളാഹിനെ പോലെ വേറെ അള്ളാഹ് ഉണ്ടെന്ന് പറയില്ല. എന്നാൽ നിങ്ങൾ അറിയാതെ കൂരിരുട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ, ഇഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ഷിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? മൗലൂദ് ഓതാതെക്കാന്, മമ്പർത്ത് പോകാതിരിക്കാൻ. അതൊക്കെയാണ് ഈ ഇരുട്ടുകൂടെ വരുന്ന ഷിർക്ക്. മനസ്സിലായില്ലേ? വെളിച്ചത്തു കൂടെ പോണ ഷിർക്ക് അമ്പലത്തിൽ പോകല്, ഇരുട്ടത്തു കൂടെ വരുന്നത് മാലി മൗലൂദും കുത്തുബിയത്തും റാത്തീബും ഒക്കെയാണ്. ഇതല്ലേ ഇയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? വഹാബികളുടെ ബുക്കിൽ നിന്നല്ല ഭാഷയെ മതം പഠിക്കേണ്ടത്, സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളിൽ നിന്നാണ്. അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്രയും പേടിപ്പിച്ചു നിർത്തേണ്ട ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഈ രാജ്യത്ത് മരിച്ചുപോയ മഹാന്മാരെ വിളിക്കലും അവരുടെ മൗലിദോദലും ഖുതുബിയത്ത് ചൊല്ലലും ശിർക്കാണെന്ന് പറയുന്ന വഹാബികൾക്കെതിരെ അത് തൗഹീദാണെന്ന് സ്ഥാപിക്കാൻ രാജ്യത്ത് ആവർത്തിച്ച് ഗണ്ണന മന്നനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഇ.കെയാണോ ഇതിനെ ലളിതവൽക്കരിച്ചത്? കണ്ണിയത്ത് ഉസ്താദാണോ ഇതിനെ ലളിതവൽക്കരിച്ചത്? ആർക്കെതിരെയാണ് ഇയാൾ ഈ ശിർക്കാരോപണം നടത്തുന്നത്? ഇതാണ് ലീഗിലെ വഹാബി കോമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. അപ്പൊ വലിയ വലിയ മത രംഗത്തുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ ശരിയാ, കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ശിർക്കിനെ കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. ഏതാണ് വലിയ വലിയ പണ്ഡിതന്മാർ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ ശിർക്കാവൂല എന്ന് പറയുന്നത്? ശംസുൽ ഉലമയാൻ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദാൻ, താജുൽ ഉലമയാൻ. ഹിജ്റ 5 മുതൽ ഈ രാജ്യത്ത് വന്ന ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങളാണ്. 21 ശേഷമാണ് ആ വിളി ശിർക്ക ഈ വിളി ശിർക്ക എന്നുള്ള കുത്തിത്തിരിപ്പ് മുജാഹിദ് കൊണ്ടുവന്നത്. ആ കുത്തിത്തിരിപ്പിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഒരു സാമുദായിക നേതാവ് പക്ഷപാതിയായി പ്രസംഗിക്കുന്നത്. അതും ഒരു ശാഖാപരമായ വിഷയത്തിലല്ല. പാണക്കാട് തങ്ങന്മാരുടെ നെഞ്ചിലേക്കടക്കം വഹാബികൾ ഉന്നയിച്ച ശിർക്കിന്റെ വില്ല്, ആ അമ്പിനെയും വില്ലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുതന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നവും എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ആ നിലയിലുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് എന്താണ്? ഇനി അയാൾ പറയുന്നത് ഭക്തി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള വ്യവസായം ഭക്തി വ്യവസായമാണ്. ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഇൻവെസ്റ്റ്മെന്റിൽ ആവശ്യമില്ലാതെ വമ്പിച്ച തോതിലുള്ള റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഇവിടെ. അതെ, ഭക്തിപ്രസ്ഥാനം ശരിയല്ലെങ്കിൽ കേരളത്തിലെ ഏക ഭക്തിപ്രസ്ഥാനം മുസ്ലിം ലീഗാണ് സാറേ. നിങ്ങൾക്കറിയോ, പാണക്കാട് കുടപ്പനക്കൽ കുടുംബത്തിന്റെ ആത്മീയത മുന്നിൽ വെച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് വട്ടപൂജയല്ലേ? ആ ലീഗ് പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ ഭക്തി മുന്നിൽ വെച്ചിട്ടല്ലേ? അതുകൊണ്ടല്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്റ്റേറ്റ് കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ എല്ലാം അണ്ണാങ്കട്ടി ഉണ്ടായിട്ടും യോഗം കൂടിയിട്ട് അവസാനം പാണക്കാട്ട് കൊടുത്തയച്ചെന്ന് പറഞ്ഞ് പിരിയുന്നത് ഈ ഭക്തി ചൂഷണം ചെയ്യാനല്ലേ? രാജ്യത്തെ ഏറ്റവും 1 നമ്പർ ഭക്തി പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. മതത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിന്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ദിനരാത്രങ്ങളാണ് ഇതിനെ സംബന്ധിച്ച ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതെ, പാണക്കാട് ഹൈദരലി തങ്ങൾ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉറക്കും ഏലസും മന്ത്രവും അത് മതമാണോ മതവിരുദ്ധമാണോ എന്നതിന്റെ പേരിൽ ഉറക്കൊഴിച്ച് സംവാദം നടക്കുന്നുണ്ട് രാജ്യത്തെ, വാദപ്രതിവാദം നടക്കുന്നുണ്ട് രാജ്യത്തെ. ഇതൊക്കെ തെറ്റാണോ സാറേ? എങ്കിൽ പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹൈദരലി തങ്ങളോട് മന്ത്രി ചൂടാൻ പാടില്ല എന്ന് പറയാനോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയായി സാമുദായിക ശാക്തീകരണം മുന്നോട്ട് വെക്കുകയും അധികാരം കിട്ടിയാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, അതിന്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇത്തരം ചില പരിപാടികൾ. മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോ ആ പ്രതിസന്ധി തരണം ചെയ്യേണ്ട സമയത്ത് മുസ്ലിം ലീഗിന്റെ തിണ്ണമരങ്ങാൻ മുജാഹിദുകൾ എത്തിയത്.